അപ്പം നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസാണ് നോക്കിയത്. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം 5 ഇയർ പ്ലാൻസാണ്. മനസ്സിലായല്ലോ? എക്കണോമിക് പോളിസികൾ എന്ന് പറയുമ്പോൾ 5 ഇയർ പ്ലാൻസാണ് വരിക. ഇപ്പം പിന്നെ നീതി ആയൊക്കെ കൈമാറി 5 ഇയർ പ്ലാൻസ് എല്ലാം നമ്മുടെ ഇപ്പോഴുള്ള ഗവൺമെൻറ് അതെല്ലാം എടുത്തു കളഞ്ഞു. എനിവേ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഗ്രോത്തിന് 5 ഇയർ പ്ലാൻസ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 ഇയർ പ്ലാൻസിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പം ചിലപ്പം ഭാവിയിൽ സിലബസ് കാര്യങ്ങളെല്ലാം മാറുന്ന സമയത്ത് ഇതെല്ലാം എടുത്ത് മാറ്റപ്പെടും. എനിവേ 5 ഇയർ പ്ലാൻസ് അതുപോലെ പഞ്ചശീല തത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചൈനയുമായിട്ടൊക്കെ പല എഗ്രിമെൻറ്റുകളൊക്കെ അന്നത്തെ ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം മുൻകാല ഗവൺമെൻറ്റുകൾ ഒരുപാട് ഗുണങ്ങളും ചിലപ്പം ചില ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 5 ഇയർ പ്ലാൻസിനെ ഒരിക്കലും മോശമായിട്ട് കാണാൻ പറ്റില്ല. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ കൃഷിക്കായിരുന്നു പ്രാധാന്യം. നല്ല രീതിയിൽ അതിൻ്റെ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എത്തിപ്പിടിച്ചു എന്നാണ് രേഖകൾ കാണിക്കുന്നത്. ഇനി സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 1956 മുതൽ 61 വരെയാണ്. 56 മുതൽ 61 വരെ. അപ്പം ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മുടെ ഇതൊക്കെ പഴയ കുറച്ച് മുന്നൊക്കെ ഈ PSCക്കൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. 5 ഇയർ പ്ലാൻ്റെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റ് എന്തായിരുന്നു? മനസ്സിലായല്ലോ? സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? കൃഷിക്ക് പ്രാധാന്യം നൽകിയ 5 ഇയർ പ്ലാൻ ഏതാണ്? ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം നൽകിയ 5 ഇയർ പ്ലാൻ ഏതാണെന്നൊക്കെ PSCക്ക് ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പം സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റാണ് ഇവർ ഉദ്ദേശിച്ചത്, ഗവൺമെൻറ്. ഓക്കെ, അപ്പം ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ കൃഷിയാണെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവിൽ തന്നെ പറയുന്നത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ 5 ഇയർ പ്ലാൻ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിലും വരും. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കുക, പോവർട്ടി ഇറാഡിക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ വർദ്ധിപ്പിക്കുക, അതൊക്കെ എല്ലാത്തിലും എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇനീക്വാളിറ്റി, ഇൻകത്തിലെ ഇനീക്വാളിറ്റി പരിഹരിക്കുക. വലിയ പൈസ ഉള്ളവനും കുറച്ച് പൈസകൾ തമ്മിലേക്ക് വൈഡ് ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ അതുപോലെ ബാലൻസ്ഡ് റീജിയൺ ഗ്രോത്ത്, ഇതൊക്കെ എല്ലാത്തിലും എഴുതാവുന്നതാണ്. എനിവേ സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവായിരുന്നു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. പിന്നെ നാഷണൽ ഇൻകത്തിൻ്റെ വർധനവ്, സൈസിബിൾ നാഷണൽ ഇൻകം. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കുക. പാടില്ല, ഇനീക്വാളിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് റെഡ്യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? അത് കുറയ്ക്കുക, ഇനീക്വാലിറ്റി കുറയ്ക്കുക. എങ്കിലാണ് ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി ആയിട്ട് ഇന്ത്യ രാജ്യം മാറുള്ളൂ എന്ന് അന്നത്തെ ഭരണകർത്താക്കൾ കരുതിയിട്ടുണ്ടാവും. ഓക്കെ, അത് ശരി തന്നെയാണ്. ഇൻകം ഇനീക്വാളിറ്റി വരുമ്പോഴാണ് എല്ലാ പ്രയാസങ്ങളും വരിക. മനസ്സിലായല്ലോ? പണമുള്ളവനും ഇല്ലാത്തവനും. അപ്പം നിങ്ങൾ എക്കണോമിക് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു, സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ പൈസ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അതെല്ലാം ഗവൺമെൻറ്റാണ് ചെയ്തിരുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മുഴുവൻ രാജ്യത്തിൻ്റെ കയ്യിലായിരുന്നു. അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ജോലി എടുക്കുന്നവർ മാത്രം. അപ്പോൾ പൈസ ഉള്ളവനും ഇല്ലാത്തവനും പ്രശ്നം വരുന്നില്ല. പിന്നെ അവർക്ക് വരുന്ന ഭക്ഷണം കാര്യങ്ങളെല്ലാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി രാജ്യം തന്നെ നൽകുകയായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് അക്യുമുലേഷൻ ഓഫ് മണി അവിടെ അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. അവർക്ക് ഭക്ഷണം കിട്ടുന്നു, ജോലി എടുക്കുന്നു, ജീവിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ സൈക്കോളജി പറഞ്ഞാൽ അപാരമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു എന്താ പറയുക, ഒരു ലാക്ക് ഓഫ് സംതിങ് അവർക്ക് അനുഭവപ്പെട്ടേക്കാം. അതായത് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ഈക്വലാണെങ്കിലും, ഞാനും നിങ്ങളും എല്ലാവരും ഈക്വലാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണെങ്കിലും നമുക്ക് ലാക്ക് ഓഫ് സംതിങ് വരും അത്രേ. അതാണ് ഈ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം തകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആയിട്ട് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കൂ, റഷ്യയിൽ പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടായിരുന്നില്ല, എല്ലാവരും സമന്മാരായിരുന്നു. ഈവൻ പുരോഹിതന്മാരടക്കം ആ കാലഘട്ടത്തിൽ ഈ വയലിൽ ഇറങ്ങിയിട്ട് പണിയെടുത്തിരുന്നു. എന്നിട്ടും റഷ്യൻ സൊസൈറ്റിക്ക് കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് ലാക്ക് ഓഫ് സംതിങ് എന്തോന്ന് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്, ഞങ്ങളെന്തിനാണ് കൂടുതൽ പണിയെടുക്കുന്നത്, അവൻ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ, രണ്ടു പേർക്കും ഒരുപോലെയല്ലേ ഭക്ഷണം കിട്ടുന്നത്, അങ്ങനെയൊക്കെ ചിന്തകൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ സമയം ഗവൺമെൻറ് ഉരുക്കുമുഷ്ടിയുമായിട്ട് അടിച്ചമർത്തി. എല്ലാ കാലഘട്ടത്തിലും ഏതോ അമേരിക്കയുടെ പ്രശസ്തനായിട്ടുള്ള
പ്രസിഡൻറ്റിൽ അമേരിക്കയുടെ പ്രസിഡൻറ്റുമാരിൽ ആരോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു വ്യക്തിനെ എല്ലാ കാലവും വഞ്ചിക്കാം, കുറച്ച് വ്യക്തികളെ കുറച്ച് കാലത്തേക്ക് വഞ്ചിക്കാം, പക്ഷേ എല്ലാ വ്യക്തികളെയും എല്ലാ കാലത്തേക്കും വഞ്ചിക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ ഇത് വഞ്ചനയുടെ പ്രശ്നമല്ല, കുറേ കാലമൊക്കെ ഇവിടെ ഉരുക്കുമുഷ്ടിയായിട്ട് അടിച്ചമർത്തി പിന്നീട് ഗവൺമെൻറ്റിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി മാറി. അപ്പോൾ സോഷ്യലിസ്റ്റ് നല്ലൊരു ചിന്താഗതിയായിരുന്നു അത്. സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം, ഉള്ളവനും ഇല്ലാത്തവനും ഇല്ല, ദാരിദ്ര്യമില്ല, കഷ്ടപ്പാടില്ല, എല്ലാവരും അധ്വാനിക്കുക, എല്ലാവരും ജീവിക്കുക. പിന്നെ ബോർഡർലെസ് കൺട്രിയാണ് എന്ന് വെച്ചാൽ എന്താ, കൺട്രികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ബോർഡറൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ സ്ഥലം 50 സെൻറ്റ്, ഞാൻ അവിടെ വളച്ചു കെട്ടുന്നു, മറ്റുള്ളവർ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിനൊരു പ്രത്യേക ഒരു ഗുണമുണ്ട്, കാരണം പാടങ്ങളെല്ലാം വിശാലമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം മെക്കനൈസേഷനൊക്കെ കൊണ്ടുവരാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ 50 സെൻറ്റിലേക്ക് മറ്റവൻ ചിലപ്പോൾ ഓൻ്റെ പാടത്ത് കൂടെ ട്രാക്ടർ വരണമെങ്കിൽ ഓൻ ചിലപ്പോൾ അനുവദിക്കണം എന്നൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് മെറിറ്റുകൾ ഇതിനുണ്ടായിരുന്നു. പക്ഷേ ഈവൻ ദോ റഷ്യൻ സൊസൈറ്റി ടേസ്റ്റഡ് സംതിങ്, ലാക്ക് ഓഫ് സംതിങ്, അങ്ങനെയാണ് അതെല്ലാം പരാജയപ്പെടുന്നത്. അപ്പോൾ എനിവേ നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിലും സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് ലിവിങ് ആയിരുന്നു. അപ്പം ഇൻകത്തിൻ്റെ ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യലാണ് ഏറ്റവും പ്രധാനം, മനസ്സിലായല്ലോ. പോവർട്ടി ഇറാഡിക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എല്ലാം കൂട്ടുക. അങ്ങനെ സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ ഒരു അച്ചീവ്മെൻറ്റും ഇമ്പ്രസീവ് തന്നെയായിരുന്നു. കാരണം നമ്മൾ നാഷണൽ ഇൻകം 25% വർദ്ധിപ്പിക്കണം എന്നാണ് കരുതിയത്, പക്ഷേ 20% എത്താൻ പറ്റി, മനസ്സിലായല്ലോ. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകവും 8% കൂടി. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വർദ്ധിച്ചു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പിന്നെ പറയണ്ടല്ലോ, അതിനായിരുന്നു പ്രാധാന്യം, വളരെ അധികം വർദ്ധിച്ചു. അപ്പോൾ ഇതൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാൻ. 3 സ്റ്റീൽ പ്ലാന്റുകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇപ്പോഴൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക്, പക്ഷേ അന്നത്തെ കാലത്ത്, അപ്പോൾ ടാറ്റയൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ടിസ്കോ എന്ന് കേട്ടില്ല, ടാറ്റ സ്റ്റീൽ, ഇൻഡസ്ട്രിയൽ സ്റ്റീൽ, അങ്ങനെ ടിസ്കോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ടാറ്റയുടെ. ഇവരാണ് സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ് ടാറ്റയുടെ ജാംഷഡ്ജി ടാറ്റയുടെ രത്തൻ ടാറ്റേൻ്റെ ഫാദറിനെ, അല്ലെങ്കിൽ ഇതിൻ്റെ ടാറ്റയുടെ ഉണ്ടാക്കിയ ആൾ ജാംഷഡ്ജി ടാറ്റയെ നമ്മളെ ഇന്ത്യൻ വ്യവസായ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാൻ കാരണം അതാണ്. അവരാണ് കൂടുതലായിട്ട് ഈ രാജ്യങ്ങളിൽ സ്റ്റീൽ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നത്, മനസ്സിലായല്ലോ. സ്റ്റീൽ പ്ലാന്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഇൻഡസ്ട്രിയലൈസേഷന്. അപ്പോൾ ദുർഗാപൂർ, റൂർക്കല, ഭിലായ്, ഈ 3 സ്ഥലങ്ങളിൽ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ അത് സെക്കൻഡ് 5 ഇയർ. പിന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ഷിപ്പിംഗ് ആൻഡ് എയർ സർവീസ്, ഇതെല്ലാം കൂട്ടി. അതുപോലെ പബ്ലിക് ഹെൽത്ത് സർവീസ് വർദ്ധിപ്പിച്ചു. അങ്ങനെ നല്ലൊരു 5 ഇയർ പ്ലാൻ ആയിരുന്നു. 6 മില്യൺ ആളുകൾക്ക് ഏകദേശം ജോലികൾ കിട്ടി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇൻഡസ്ട്രിയലൈസേഷൻ. പിന്നെ ഈ 3 സ്റ്റീൽ പ്ലാന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ദുർഗാപൂരിലും റൂർക്കറയിലും ഭിലായിലും. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളിതിൽ ഓർത്തു വയ്ക്കേണ്ട കാര്യം. പിന്നെ 6 മില്യൺ ജനങ്ങൾക്ക് ജോലി കിട്ടി. ഇപ്പം അഥവാ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു എസ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ എളുപ്പമാണ്, നിങ്ങൾക്ക് ആ വർഷം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് 5 ഇയർ പ്ലാനാണ്. തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്തിനാണ് ഇവർ പ്രാധാന്യം നൽകിയത്. അപ്പോൾ 61 മുതൽ 69 വരെയായിരിക്കണം തേർഡ് 5 ഇയർ പ്ലാന്. അതിനിടയിൽ 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അപ്പം കുറച്ച് കഷ്ടത നിറഞ്ഞ കാലമായിരുന്നു അത്. അപ്പം ഈ തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്താണ്. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതിനാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെ അഗ്രികൾച്ചറിന് എല്ലായ്പ്പോഴും പ്രാധാന്യമുണ്ട്, കാരണം ഇന്ത്യ ഒരു അഗ്രികൾച്ചറൽ കൺട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കുക, അതുപോലെ സെൽഫ് സഫിഷ്യൻസി, ഫുഡ് ഗ്രെയിൻസ് എല്ലാം നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, ഇവരെന്താ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറഞ്ഞ പോലെ അന്നേ ഇവരിതെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത, ഫുഡ് ഗ്രെയിൻസിലും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിലെല്ലാം സ്വയം പര്യാപ്തത. അതുപോലെ സ്റ്റീല്, ഫ്യൂവൽ പവർ, അതുപോലെ കെമിക്കൽസ്, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ബേസിക് ഇൻഡസ്ട്രികളാണ്. ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ മാൻ പവർ യൂട്ടിലൈസേഷൻ, ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ റിസോഴ്സ്, അത് വേറൊന്ന്. അങ്ങനെയാകുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എല്ലാം കൂടും. പിന്നെ ഇൻകം വെൽത്തിൻ്റെ ഡിസ്പാരിറ്റി റെഡ്യൂസ് ചെയ്യുക, അത് എല്ലാത്തിലും ഉണ്ടായിരിക്കും. ഇപ്പം കണ്ടില്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ 61 മുതൽ 69 വരെയാണ് തേർഡ് 5 ഇയർ പ്ലാൻ വരുന്നത്.
പിന്നെ അതിൻ്റെ ഇത്ര കോടി രൂപ മാറ്റി വെച്ചു എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് പറയുന്നുണ്ട്. ഇതൊരു വിചാരിച്ച പോലെ അങ്ങോട്ട് അത്ര ഫലപ്രദമാവാത്ത ഒരു 5 ഇയർ പ്ലാൻ ആയിരുന്നു. മനസ്സിലായല്ലോ. നമ്മൾ 5% ഗ്രോത്താണ് പ്രതീക്ഷിച്ചത്, അതുപോലും എത്തിപ്പിടിക്കാനായില്ല. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഒരു ട്രെൻഡ് ഡിക്രീസ്ഡ് ആയിപ്പോയി. ഓക്കെ. അഗ്രികൾച്ചറൽ സെക്ടറും ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, പക്ഷേ 11% നമ്മൾ വിചാരിച്ചിരുന്നത് 8% മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേർഡ് 5 ഇയർ പ്ലാനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. ഒന്നാമത്തത് നമ്മുടെ അന്നത്തെ ഒരു അഡ്വേഴ്സ് വെതറായിരുന്നു തേർഡ് 5 ഇയർ പ്ലാനിൽ. പിന്നെ ചൈനീസ് അഗ്രഷൻ, ചൈനയുടെ കടന്നുകയറ്റം. അന്ന് മുതലേ ഈ ചൈനക്കാർക്ക് ഈ വൃത്തികെട്ട സ്വഭാവമുണ്ട്. അപ്പോൾ ചൈനീസ് അഗ്രഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇന്തോ പാക് വാർ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ചൈനയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു 5 ഇയർ പ്ലാൻ ആയിരുന്നു നമ്മുടെ. പിന്നെ നമ്മുടെ എക്സ്ചക്കർ, ഈ ഖജനാവിൽ പണം ഇല്ലാത്ത അവസ്ഥ, കാരണം യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ചിൽ ബുദ്ധിമുട്ട് വന്നു, കാരണം യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ കറൻസിയിലെപ്പോഴും ഇടിവ് വരും. അപ്പോൾ പിന്നെ ഡ്രോട്ട്, വരൾച്ചയൊക്കെ ഉള്ളൊരു കാലഘട്ടം. അതുകൊണ്ടാണ് തേർഡ് 5 ഇയർ പ്ലാൻ വിചാരിച്ച പോലെ അങ്ങ് ശരിയാവാത്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഉള്ളത് ഫോർത്ത് 5 ഇയർ പ്ലാനാണ്. 74 വരെ, 69 മുതൽ 74 വരെയാണ്. അപ്പോൾ ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു 5 ഇയർ പ്ലാൻ ആയിരുന്നു. 69 മുതൽ 74 വരെ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ വർദ്ധിപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ. ലെസ് പ്രിവിലേജ്ഡ് സൊസൈറ്റീനെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരിക. വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ, അതിലെ ഇനീക്വാളിറ്റി കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു ഫോർത്ത് 5 ഇയർ പ്ലാൻ്റെ ഒരു കാര്യങ്ങൾ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സും പറയുന്നു അതുതന്നെയാണ്. ഈക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്, മനസ്സിലായല്ലോ. കോൺസെൻട്രേഷൻ ഓഫ് ഇൻകം അത് റെഡ്യൂസ് ചെയ്യുക, ചുരുക്കം ചില ആൾക്കാരിൽ മാത്രം പൈസ കൂടുക എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ പറഞ്ഞു തന്നെ പറയുകയാണ്, മോർ ജനറേറ്റ് ചെയ്യുക. പബ്ലിക് സെക്ടറിൻ്റെ റോള് വർദ്ധിപ്പിക്കുക, അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ റീജിയണൽ ഇംബാലൻസ് റെഡ്യൂസ് ചെയ്യുക, ഇങ്ങനെ പ്രാദേശിക തലത്തിലുള്ള ഇംബാലൻസിങ് റെഡ്യൂസ് ചെയ്യുക. പിന്നെ ഈ വീക്കർ സെക്ഷൻ സൊസൈറ്റി ഉണ്ടല്ലോ, രാജ്യത്തിലെ സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതും ഫോർത്ത് 5 ഇയർ പ്ലാനിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിരുന്നു. ഓക്കെ. അതുപോലെ ഫോർത്ത് 5 ഇയർ പ്ലാനും ശരിയായ രീതിയിൽ അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു യുദ്ധമുണ്ടാക്കിയ ബുദ്ധിമുട്ട്, ചൈനീസ് അഗ്രഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതും ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കൃത്യമായിട്ടുള്ള ടാർഗറ്റൊന്നും അച്ചീവ് ചെയ്യാൻ ഫോർത്ത് 5 ഇയർ പ്ലാനിനും പറ്റിയില്ല. നമ്മുടെ എക്കോണമി ആകെ 3% വർദ്ധിച്ചത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ 8-7 GDP റേറ്റ്. അന്ന് വെറും 3%. പ്രൊഡക്ഷൻ്റെ, ഫുഡ് ഗ്രെയിൻ്റെ പ്രൊഡക്ഷനൊന്നും കൃത്യമായ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വളർച്ച കുറയുക ചെയ്തത്. പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്തത് വിചാരിച്ച പോലെ ആയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് എത്രയായാലും അങ്ങനെ ഉണ്ടായിരിക്കും. കാരണം അന്ന് ഇന്ത്യ സ്വതന്ത്രമായി അധികമൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മുടെ എക്കോണമി അത്ര വലിയൊരു ബുദ്ധിമുട്ടിലാണ്. എക്കോണമി വീക്കായിരുന്നു. അപ്പോൾ ശരിക്കും ഫസ്റ്റ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ വഴി ഇന്ത്യ ഒന്ന് നട്ടല് പൊക്കിയ സമയത്താണ്. ഈ ചൈനയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യ രാജ്യം ഒന്ന് അഭിവൃദ്ധിപ്പെടുകയാണ്. ഇപ്പം കൊറോണ കാര്യങ്ങളൊക്കെ എല്ലാം ചൈന എല്ലാവർക്കും എതിരായപ്പോൾ ചൈന ഇന്ത്യനെ ആക്രമിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ആദ്യം മുതലേ ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്, പാകിസ്ഥാനൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യം ഒന്ന് അഭിവൃദ്ധിപ്പെടുന്ന സമയത്ത് ഉടനെ ഏതെങ്കിലും തരത്തിൽ അതിനെ തമർത്തുക എന്നുള്ളത്. അപ്പം ഈ തേർഡ് 5 ഇയറും ഫോർത്ത് 5 ഇയർ പ്ലാനും ഇതിൻ്റെ കഷ്ടത അനുഭവിച്ചു. ചൈനീസ് അഗ്രഷൻ, ഇൻഡോ പാക് വാർ, ബാഡ് വെതർ, ഓക്കെ, ഡ്രോട്ട്, ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് ഈ 2 5 ഇയർ പ്ലാനിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിചാരിച്ച ലെവലിലേക്ക് അങ്ങ് എത്തിയില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് ഉള്ളത് ഫിഫ്ത്ത് 5 ഇയർ പ്ലാനാണ്. ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ 74 മുതൽ 79 വരെയാണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, എക്കണോമിക് സിറ്റുവേഷൻ സ്റ്റേബിൾ ആക്കുക, ഇതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം.
ഓക്കെ. പിന്നെ നമ്മുടെ ഒരുപാട് ഈ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ വിറ്റമിൻസ് കൂടുതൽ, നല്ല ആരോഗ്യദായകമായ ജനത, ഹെൽത്ത്, പിന്നെ ഫാമിലി പ്ലാനിങ് അതറിയാലോ, അതൊന്നും ഇപ്പോഴും അത് ശരിയായ രീതിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, നാം രണ്ട് നമുക്ക് രണ്ട് എന്നൊക്കെ പറഞ്ഞ് പേപ്പറിലൊക്കെ മുന്നേ കാലഘട്ടത്തിൽ ആളുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് നാം രണ്ട് നമുക്കൊന്നായി. ഇപ്പോഴത്തെ തലമുറ പറയുന്നത് നാം രണ്ട് നമുക്ക് എന്തിന് എന്നാണ് അത്ര. അപ്പോൾ എന്തായാലും വേണ്ടില്ല. അപ്പോൾ ഫാമിലി പ്ലാനിങ്, ഹെൽത്ത്, ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നത്. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, അതുപോലെ ഡൊമസ്റ്റിക് കൺസംഷൻ എല്ലാം കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ. നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കുക, അഗ്രികൾച്ചർ, അതുപോലെ ഇൻഡസ്ട്രി, ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കുക. അതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. എക്സ്പോർട്ട് പ്രൊമോഷൻ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൊമോഷൻ, മനസ്സിലായല്ലോ. ഇൻകം ബാലൻസിങ്, പിന്നെ അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും പുവർ പീപ്പിൾ സെക്ഷനെ, വീക്കർ സെക്ഷനെ ഉയർത്തിക്കൊണ്ടുവരിക, പിന്നെ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഇതിൻ്റെ എത്ര ക്രോർ രൂപ മാറ്റി വെച്ചു എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല. ഇതും ഈ 5 ഇയർ പ്ലാൻ ഒരു തരക്കേടില്ലാത്തതായിരുന്നു. കാരണം 4.37 നമ്മൾ GDP വളർച്ച ഉദ്ദേശിച്ചത്, പക്ഷേ 3.5% അച്ചീവ് ചെയ്യാൻ പറ്റി. അതുപോലെ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം 1.2 വർദ്ധിച്ചു എന്ന് പറയുന്നു. ഫുഡ് ഗ്രെയിൻസ്, ഫുഡിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം ആ സമയത്തും ഡ്രോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. വരൾച്ച ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ അങ്ങനെ അത് കേൾക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് 6% ആയിരുന്നു, 8% നമ്മൾ ഉദ്ദേശിച്ചു, പക്ഷേ 6% വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. എന്നാലും അത് പൂവറാണെന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ. അതുപോലെ ഗാന്ധിയുടെ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, ഗരീബി ഹഠാവോ, എന്ന് വെച്ചാൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഒരു 20 ദിന പരിപാടിയെല്ലാം അവതരിപ്പിച്ചിരുന്നു. ഇന്ദിരാഗാന്ധിനെ അറിയാലോ, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി. ഗാന്ധി കുടുംബം ഇന്ത്യനെ ഭരിച്ചു പറയുന്നത് അതൊക്കെ ഇതിൻ്റെമായിട്ട് ചേർത്ത് വായിക്കുക. കുറേ കാലം ഗാന്ധി കുടുംബം തന്നെയാണ് ഇന്ത്യനെ ഭരിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ 20 ദിന പ്ലാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് 5th 5 ഇയർ പ്ലാൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചൊരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇത്രയൊക്കെ മതി. ഇനി അടുത്തത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ കുട്ടികളെ.